അതാണ് ഞാൻ താങ്കളിലേക്ക് എത്താം. ശ്രീ ചാണ്ടി ഉമ്മൻ, ഇപ്പോൾ അങ്ങനെ ഒരു ആവശ്യം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല എന്നൊരു ആരോപണം നമ്മൾ ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നത്, അത് എങ്ങനെയാണ് താങ്കൾ അതിനെ കാണുന്നത്? പ്രത്യേകിച്ച് ഇപ്പോൾ ഈ വിഷയത്തിൽ നമുക്കറിയാം അങ്ങനെ ഒരു പ്രസ്താവനയോ അങ്ങനെയൊന്നും ഇതുവരെ നമ്മൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് പരസ്യമായിട്ടൊന്നും, പാർലമെന്റിൽ ഇതിനു മുൻപ് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് വിദേശകാര്യ സഹമന്ത്രിയൊക്കെ അന്ന്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത വന്നതിന് ശേഷം ഒരു പ്രസ്താവനയോ അങ്ങനെ എന്തെങ്കിലും ഞങ്ങൾ ഇടപെടുമെന്ന് പറയുകയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് നമ്മൾ കാണുന്നില്ല ശ്രീ ചാണ്ടി ഉമ്മൻ. അല്ല, ഞാൻ അതിന്റെ പൊളിറ്റിക്സിലേക്കോ രാഷ്ട്രീയത്തിലേക്ക് പോവുകയല്ല, ഒരിക്കലുമല്ല രാഷ്ട്രീയത്തിലേക്ക് പോവുകയല്ല. പക്ഷേ ഇതിൽ ഈ കാര്യത്തിൽ ഇടപെടാൻ കഴിയുന്നത്, ഇപ്പോൾ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇടപെടാൻ കഴിയുന്നത് കേന്ദ്രത്തിനാണ്. കേന്ദ്രത്തിന് ഈ പരിമിതികളെ മറികടന്നുകൊണ്ട് ഒരളവ് വരെ മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഒരു എന്താണ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇതൊക്കെ ശ്രദ്ധയിലുണ്ട് എന്നെങ്കിലും പറയേണ്ടുന്നതല്ലേ എന്നതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറയുന്നത് ഈ കാര്യത്തിൽ നമുക്ക് ഇറാഖിൽ നിന്ന് ആ നഴ്സുമാരെ തിരിച്ചു കൊണ്ടുവന്ന സിറ്റുവേഷൻ അന്ന് ആലോചിച്ച് നോക്കാം. അന്ന് നഴ്സുമാരെ തിരിച്ചു കൊണ്ടുവന്ന സാഹചര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റും ഉണ്ടായിരുന്നു, കേരള ഗവൺമെന്റും ഉണ്ടായിരുന്നു. പക്ഷേ പബ്ലിക്കായിട്ട് എത്ര കാര്യങ്ങൾ പുറത്തു വന്നു എന്നൊരു ചോദ്യമുണ്ട്. അപ്പം അതിന്റെ കാര്യം നടന്നതിന് ശേഷം ബാക്കിയുള്ള ഇഷ്യൂസിലേക്ക് നമുക്ക് കടക്കാം. നമുക്ക് ആദ്യം നിമിഷപ്രിയയെ രക്ഷിക്കാനുള്ള പ്രവർത്തനം കഴിഞ്ഞിട്ട് ഇതിനകത്ത് ഗവൺമെന്റിന്റെ ഇടപെടലിനെ കുറിച്ചോ അവർ പ്രസ്താവന നടത്തുന്നതിനെ കുറിച്ചോ ഒക്കെ നമുക്ക് ചർച്ച. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അതാണ്. നമുക്ക് ഇപ്പോൾ ഒരു എഫേർട്ടിൽ ഇതൊരു കാര്യം പറയുകയോ ഇത് കാര്യം സൂചിപ്പിക്കുകയോ നമ്മുടെ ഡൈവേർഷനായി പോകും നമ്മുടെ അറ്റൻഷൻ. ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ സിംഗിൾ ഫോക്കസിൽ നമ്മളെല്ലാം ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് ചെയ്യാൻ സാധിക്കുന്നത് ചെയ്യട്ടെ. അവര് എത്രത്തോളം ചെയ്യാൻ സാധിക്കും അവർ ചെയ്യട്ടെ. നമുക്ക് ചെയ്യാവുന്ന അത്രയും നമ്മൾ ചെയ്യുക. അപ്പം പല ഇൻഡിവിജ്വൽസ് ഇതിനകത്ത് വേറെയും പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, നമ്മുടെ ഇപ്പോഴത്തെ ഏക എഫേർട്ട് നിമിഷപ്രിയയുടെ മോചനം മാത്രമാകണം എന്നുള്ളതാണ്. അതിനകത്ത് സെൻട്രൽ ഗവൺമെന്റ് ആക്ഷൻസിനെ കുറിച്ച് നമുക്ക് ഇതിനു ശേഷം നമ്മൾ ചർച്ച ചെയ്യുന്നതാണ് കൂടുതൽ ഉചിതമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ പക്ഷേ അവര് എല്ലാ കാര്യങ്ങളും നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്തതും ഒക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കിക്കോണം. അപ്പോൾ ആ പരിമിതിക്കുള്ളിൽ നിന്ന് നമ്മളും പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു ഫോക്കസ് നമുക്ക് നിമിഷപ്രിയയുടെ രക്ഷ എന്ന് മാത്രമാക്കി നമ്മൾ മാറ്റുന്നതായിരിക്കും നല്ലതെന്ന് ഞാൻ കരുതുകയാണ്. എല്ലാവരും ആ കാര്യത്തിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ള പ്രതീക്ഷ ഞാൻ പങ്കുവെക്കുന്നു. ഒപ്പം ചെയ്യേണ്ട ചില കാര്യങ്ങൾ, ചെയ്യാൻ സാധിക്കാവുന്ന ചില കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്നൊരു തോന്നൽ എനിക്കുണ്ട്. ചെയ്യാൻ സാധിക്കുമായിരുന്ന ചില കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, പക്ഷെ അതിന് വേണ്ട ഒരു പുഷ് ഉണ്ടായിട്ടില്ല. അല്ല, അതെന്താണ് എന്ന് കൂടി താങ്കൾ ഒന്ന് വ്യക്തമാക്കാമോ? അതിലൊരു കോൺട്രവേഴ്സി ഒന്നും അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ എങ്കിൽ പോലും താങ്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അതെന്തായിരുന്നു എന്നത്. നമുക്ക് ഇനിയും അത് ചെയ്യാം ഒരുപക്ഷെ. ഇതൊരു ഡിസ്കഷന്റെ സമയമല്ല. നമ്മളിവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടോ നമ്മളിതിവിടെ പറഞ്ഞുകൊണ്ടോ ആ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു ഇത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നമുക്ക് അതിൻ്റെ നന്മതിന്മയുടെ വശങ്ങളിലേക്ക് പിന്നെ കടക്കാം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും ഇപ്പം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, എല്ലാവരും എഫേർട്ട് എടുക്കട്ടെ, അത് പൂർത്തിയാവട്ടെ. കുറച്ചുകൂടെ മുന്നേയും നേരത്തെയും കുറെ കൂടെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, പക്ഷെ അതിലേക്ക് ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല എന്ന് മാത്രമേ ഈ ഒരു സാഹചര്യത്തിൽ പറയുന്നുള്ളൂ. ഗവൺമെന്റ് വിചാരിച്ചാൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആ കാര്യങ്ങളെല്ലാം ചെയ്തോന്ന് അവർ തന്നെ ആലോചിക്കട്ടെ, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ശരി. അപ്പോൾ അതായത് ഇപ്പോൾ കോടതി ഇനിയിപ്പോൾ ഇത് പരിഗണിക്കുന്നുണ്ട്. 14-ാം തീയതി 16-ന് തൊട്ട് 2 ദിവസം മുൻപാണത് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിലൊക്കെ നമുക്ക് കേന്ദ്രം എന്താണ് ചെയ്തിരിക്കുന്നതെന്ന് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അറ്റോർണി ജനറലിനോട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് എന്താണ് എന്നൊക്കെയുള്ളത് കുറച്ചുകൂടി വ്യക്തത വരും അല്ലേ? അല്ല, ഇതിനകത്ത് നമ്മുടെ കോടതികൾക്ക് സെൻട്രൽ ഗവൺമെന്റിനോട് ഉത്തരം ചോദിക്കാമെന്നല്ലാതെ നമ്മുടെ ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ എടുപ്പിക്കാമെന്നുള്ളതല്ലാതെ നമുക്ക് അതിനപ്പുറം യമന്റെ പുറത്ത് അല്ലെങ്കിൽ യമന്റെ റിലേഷൻസിൽ നമുക്ക് എത്രത്തോളം ഇമ്പാക്റ്റ് ആകും അത് എന്നുള്ളത് എനിക്കറിയില്ല. അത് അങ്ങനെ നിന്നോട്ടെ, ആ പെറ്റീഷനും ആ ലീഗൽ ആക്ഷനും അങ്ങനെ നിൽക്കട്ടെ. ചില കാര്യങ്ങൾ സെൻട്രൽ ഗവൺമെന്റ് ഉത്തരം പറയേണ്ടതുണ്ട്. ആ സെൻട്രൽ ഗവൺമെന്റിനുള്ള ചോദ്യം ചോദിക്കാനുള്ള ബാധ്യത കേരളത്തിലെ ജനങ്ങൾക്ക്, ഇന്ത്യയിലെ ജനങ്ങൾക്ക്, അതേപോലെ കേസ് കൊടുത്തിരിക്കുന്ന ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെയുള്ളവർക്കുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയുവാൻ സെൻട്രൽ ഗവൺമെന്റിനും ബാധ്യതയുണ്ട്. പക്ഷെ 10 വർഷം നീണ്ടൊരു കേസാണ്. ആ 10 വർഷം നീണ്ട കേസിൽ സർക്കാരിന് ഇതിനു മുന്നേ
സർക്കാരിന് ഇതിനു മുന്നേ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം എനിക്കുണ്ട്. അതിൽ ഇനാക്ഷൻ ഉണ്ടായിട്ടുണ്ടോ? സാധാരണക്കാരന്റെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. ഇവിടുത്തെ പാവപ്പെട്ടവൻ, ഏറ്റവും കഷ്ടപ്പെടുത്തവൻ, ആരോരും ഇല്ലാത്തവർ പോകുന്ന ഗൾഫ് പ്രദേശങ്ങളിലേക്ക് അവർ പോകുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടി, അവരുടെ സേഫ്റ്റിക്ക് വേണ്ടി സെൻട്രൽ ഗവൺമെന്റ് ചെയ്യേണ്ടതുണ്ട്. അവനൊരു ദുഃഖത്തിൽ പെടുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഒരു ഇഷ്യൂ വന്നാൽ ആ ഇഷ്യൂവിനെ ഒരു ലക്ഷങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞ രീതിയിൽ ടേക്കപ്പ് ചെയ്യാതെ സിംഗിൾ ഓരോന്നിനും ഓരോ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനെ ഡീൽ ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം. അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്ന കേസാണ്. പക്ഷെ ഇപ്പോൾ നമ്മൾ ആ ലാസ്റ്റ് സ്റ്റേജിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യേണ്ടതായിരുന്നു എന്നുള്ളതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ ഈ കേസ്, ഇവിടെ ആക്ഷൻ കൗൺസിൽ കൊടുത്തിരിക്കുന്ന കേസ്, സുഭാഷ് ചന്ദ്രബോസ് കേസ് വളരെ റിലവന്റ് ആയിട്ടുള്ളതാണ്.